2.150 കിലോ ഭാരം വരുന്ന ഒരു നട്ടർ മീനാണിത്. ഇത്തവണ അവളുടെ വീട്ടിലേക്ക് പോയപ്പോ ഇതുമായിട്ടാണ് പോയത്. റോഡ് സൈഡിൽ നിന്ന് കുറച്ച് പയ്യന്മാർ ഇതിനെ വിൽക്കുന്ന കണ്ടപ്പോ മേടിക്കാതിരിക്കാനും തോന്നില്ല. ഞാൻ അതിനെ മാമിയെ ഏൽപ്പിച്ചു. അവരതിനെ ഒരു കവറിൽ കെട്ടി ഫ്രീസറിൽ കയറ്റി. ആദ്യം അതിന്റെ അകത്ത് കേറത്തില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവരതിനുള്ള സ്ഥലം കണ്ടെത്തി. ഈ ടീഷർട്ടൊക്കെ ഇട്ട് കസേരയിലും സ്റ്റെപ്പിലും ഒക്കെ ഇരുന്ന് റംബൂട്ടാൻ കയറ്റുന്ന പയ്യൻ നമ്മുടെ ചിത്തുവാണ് കേട്ടോ. അടുത്ത ദിവസം ഉച്ചയോടടുത്താണ് നമ്മൾ മീൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തത്. ഈ മീനിന്റെ മലയാളം പേര് ആവോലി മച്ചാൻ എന്നാണ്. ഇത് ഞാൻ മുമ്പ് വീട്ടിൽ വളർത്തിയിട്ടുള്ള റെഡ് ബെല്ലി പിരാനയുടെ വലിയ സൈസാണ്. നല്ല ടേസ്റ്റും ഒരുപാട് നെയ്യുമുള്ള മീനാണിത്. നേരത്തെ തന്നെ ഞാൻ ഇതിനെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിതിന്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. ഇതിന്റെ വാ തുറന്ന് നോക്കിയാല് ഷാർപ്പായിട്ടുള്ള ഒരുപാട് പല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇതിന്റെ ചെതുമ്പല് കളയുന്ന പണി ഞാൻ തുടങ്ങി വെച്ചു. അതിനുശേഷം മാമിയും പിന്നെ ചിത്തുവും സഹായത്തിന് വന്നു. മീനിന്റെ ചിറകുകൾ വെട്ടാൻ എക്സ്പേർട്ടിന്റെ ആവശ്യമുള്ളതുകൊണ്ട് ആ പണി മാമി ഏറ്റെടുത്തു. മുറിച്ചെടുത്ത ചിറകുകളിൽ ഒന്നെടുത്ത് അവിടെ നമ്മളെ നോക്കിയിരുന്ന പൂച്ച ശ്രീമതിക്ക് കൊടുത്തു. അതുകൊണ്ട് അവളും ഹാപ്പിയായി. മീനിന്റെ തല മുതൽ ബാക്കി ഭാഗങ്ങളൊക്കെ മാമി തന്നെയാണ് കട്ട് ചെയ്തത്. പൊരിക്കാനായിട്ട് കുറച്ച് പീസ് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കി ഫ്രീസറിൽ കയറ്റി. മുറിച്ചു വെച്ച പീസുകളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അതിനെ മിക്സ് ചെയ്തു. പിന്നീട് അതിലേക്ക് കുറച്ച് പുളിയും കൂടെ കലക്കി ഒഴിച്ചു. അന്നവിടെ കഴിക്കാനായിട്ട് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ദോശക്കല്ലും ഒരു ഫ്രൈയിങ് പാനുമാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജീരകവും കുറച്ച് കറിവേപ്പിലയും ഇട്ടു. പിന്നീട് മീനിന്റെ പീസുകൾ ഓരോന്നെടുത്ത് ഫ്രൈയിങ് പാനിലും ദോശക്കല്ലിലും നിരത്തി വെച്ച് ഫ്രൈ ചെയ്തു. ഫ്രൈ ചെയ്ത പീസുകൾ ഓരോന്നായിട്ട് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഈ സമയം ചിത്തു കുറച്ച് അരപ്പെടുത്ത് ഫ്രൈയിങ് പാനിലിട്ട് ഇളക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് പീസ് എടുത്ത് വെച്ച് അതിലേക്ക് അരപ്പിനെ ചാലിച്ചു. ചിത്തുവിന്റെ ഫിഷ് ഫ്രൈ ഒരു ബൗളിലേക്കും ബാക്കി ഒരു പാത്രത്തിലേക്കും സെപ്പറേറ്റ് മാറ്റി വെച്ചു. അന്നുച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറും അച്ചാറും മരിച്ചിനും സലാഡും ഒക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഫിഷ് ഫ്രൈ നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് മാമൻ ചോറ് കഴിച്ചിട്ട് പോയതുകൊണ്ട് മാമനെ മാത്രം ഫ്രെയിമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും പുള്ളിക്കാരന് ഫിഷ് ഫ്രൈ നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുപിട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. Bye!